ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ആദീസ് ലിറ്റിൽ വേൾഡ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എൻ്റെ സ്കിൻ കെയറുമായിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. വലിയൊരു കുരു വന്നിട്ടുണ്ട്. അപ്പം പീരീഡ്സിൻ്റെ ആയിട്ട് ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ഞാനിപ്പോൾ വൈറ്റമിൻ സി എൻ്റെ ടോണർ കഴിഞ്ഞായിരുന്നു, മേടിക്കണം. അപ്പം അത് ഓപ്ഷനല്ല. വൈറ്റമിൻ സിയും മോയ്സ്ചറൈസറും ഒരു സൺസ്ക്രീനുമാണ് എൻ്റെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തുന്നത്. ഇന്നെനിക്ക് ഡ്യൂട്ടി ഉണ്ട്, സെക്കൻഡ് ഷിഫ്റ്റാണ്. എന്നാലും രാവിലെ ശരിക്കും നമുക്കിങ്ങനെ പറഞ്ഞാൽ ഇതിനൊന്നും നേരം കിട്ടാറില്ല. ജസ്റ്റ് ആ ഒരു നല്ലൊരു പിന്നെ കറക്റ്റ് വെയിൽ തന്നെ യൂസ് ചെയ്യാതെയൊക്കെ പെട്ടെന്നൊക്കെ വാരി തേച്ചുകൊണ്ടൊക്കെ ഓടുന്നത്, അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ അക്വാലോജിക്കയുടെ ആണ് കേട്ടോ. അക്വാലോജിക്കയുടെയും അതുപോലെ തന്നെ നമ്മുടെ കോൺഷ്യസ് ക്രിസ്റ്റലിൻ്റെ സൺസ്ക്രീനുമാണ്. കുഴപ്പമില്ല, നല്ല എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഡാർക്കാവോ ഒത്തിരി ഓയിലി ആവോ അങ്ങനെയൊന്നുമില്ല കേട്ടോ, പ്രശ്നമൊന്നുമില്ല. എന്നാലും എൻ്റെ കോൺഷ്യസ് കെമിസ്റ്റിൻ്റെ സൺസ്ക്രീൻ തീരാറായതിന് എനിക്ക് നമ്മുടെ ലാക്മേയുടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ ഓയിലി സ്കിന്നിന് പറ്റിയൊരു ഇതാണ്. ജസ്റ്റ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ഫേസ് ഒന്ന് മസാജ് ചെയ്ത് ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ നമ്മുടെ 2 ഫിംഗർ റൂളൊക്കെ വെച്ചിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുവാണ്. കുറച്ച് എടുത്തപ്പോൾ കുറച്ചധികം വന്നു. ഞാൻ നമ്മുടെ കയ്യിലൊക്കെ അപ്ലൈ ചെയ്ത് കേട്ടോ. അപ്പോൾ സൺസ്ക്രീനും അപ്ലൈ ചെയ്ത് പിന്നെ ബോഡി ലോഷൻ, ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ എന്ന് പറയുന്നത്. നൈറ്റിലാവുമ്പോൾ സൺസ്ക്രീൻ മാത്രം സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സെറം നയാസിനമൈഡ്. എനിക്ക് നയാസിനമൈഡ് ഉപയോഗിച്ചതുകൊണ്ട് തന്നെ പിമ്പിൾസിനൊക്കെ നല്ല ഒരു ഞാൻ പറയില്ല, ഈ താടിയിൽ വരുന്ന എനിക്കൊന്നും പീരീഡ്സ് ആവുന്നുണ്ട് വന്നതാണെന്ന് തോന്നുന്നു. അപ്പം പിമ്പിൾസൊക്കെ ഒത്തിരി മാറ്റമുണ്ട്, ഒത്തിരി ഡാർക്ക് സ്പോട്ട്സ് ഫെയ്ഡായി, നല്ല ചേഞ്ച് ഉണ്ട് കേട്ടോ. നല്ല വെയിലല്ലേ, അപ്പോൾ സൺസ്ക്രീൻ എന്തായാലും മസ്റ്റാണ്. നമുക്ക് എത്ര അപ്ലൈ ചെയ്യാൻ പറ്റുമോ അപ്ലൈ ചെയ്യുക. റീഅപ്ലൈ ചെയ്യാൻ പോസിബിൾ ആണെങ്കിൽ അത് ചെയ്യുക കേട്ടോ. ബോഡിയിൽ ഞാൻ ഓൾറെഡി SPF ഉള്ള ബോഡി ലോഷനാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്ന ബോഡി ലോഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലോട്ടസിൻ്റെയാണ്. ലോട്ടസിൻ്റെ തന്നെ SPF ഉള്ളതുകൊണ്ട് അല്ലാത്ത വാനില ഫ്ലേവറിൻ്റെ ഉണ്ട്. SPF ഉള്ളതാണ് നമ്മൾ ഡേ ടൈമിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. ഏകദേശം SPF 25 ഞാൻ ഇപ്പം ഇൻ ഹൗസ് നിൽക്കുന്നതല്ലേ ഉള്ളൂ, പുറത്തോട്ട് പോകുന്നില്ല. അപ്പം അതുകൊണ്ട് SPF 25 ഉള്ള ഇതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മൾ പാല് കഴിഞ്ഞായിരുന്നു, അപ്പം ഞാൻ പിന്നെ പാല് മേടിക്കാൻ പോവാണ്. ഈ പാലും മേടിച്ചിട്ട് വന്നിട്ട് ഞാൻ പതിവ് പോലെ തന്നെ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഗ്ലാസ് ചായയും കൊണ്ട് ചാനലിങ് എഴുതുക. അപ്പോൾ ഞാൻ വീണ്ടും എപ്പോഴും ഞാൻ എൻ്റെ മിക്ക വീഡിയോസിലും പറയുന്ന കാര്യമാണ്, എനിക്ക് നല്ല ചേഞ്ച് ഉണ്ട് കേട്ടോ. നിങ്ങളും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. രാവിലെ ചിലപ്പോൾ ഞാൻ നമ്മുടെ ഫോണും സ്ക്രോൾ ചെയ്തിരിക്കുന്നതായിരിക്കും. അതിനേക്കാളും ബെറ്റർ തന്നെയാണ് ഇപ്പം നമ്മളൊരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ എന്ത് തോന്നുന്നു അത് ഒന്ന് കുറിക്കുന്നതോ. കുറേയൊക്കെ നമ്മുടെ ഒരു ഫ്രണ്ടിനോട് നമ്മുടെ ഇപ്പം സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ഇപ്പം നമ്മുടെ ഫ്രണ്ട്സിനോട് പറയുന്ന ഒരു ഫീല് തന്നെയാണ് നമ്മുടെ ഒരു സ്വന്തം ഡയറിയിൽ കുറിക്കപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പം ഞാനെല്ലാം എഴുതും, ഇതുപോലെ ടു ഡു ലിസ്റ്റ് എഴുതും, ഇങ്ങനെ ജേർണലിങ് പോലെ അഫർമേഷൻസ് എല്ലാം എഴുതും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
ഞാനത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ചായകുടിയിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പം എൻ്റെ വീടിൻ്റെ അപ്പുറത്തൊരു പേരമരമുണ്ട്. അവിടെ ഒരു കിളി കൂട് കൂട്ടിയിട്ടുണ്ട്. അത് ഭയങ്കര ബഹളമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. ഇന്ന് ഞാൻ പുട്ടുണ്ടാക്കുന്ന ഓർത്ത്. എനിക്ക് പുട്ടിനെന്ന് വെച്ചാൽ ഇന്ന് പഴമില്ല, അത്രയിൽ പപ്പടം മാത്രം തിന്നാൻ ഇത്തിരി ഡ്രൈ പോലെ തോന്നും. അപ്പം ഞാനിന്ന് എന്തെങ്കിലും കറിയും കൂടെ വയ്ക്കുക എന്ന് ഓർത്തിട്ട്. അപ്പോൾ ഇന്ന് പുട്ടും മുട്ടക്കറിയാണ് വെച്ചത്. അപ്പം പപ്പടം ഉണ്ടാക്കുന്നുണ്ട്, കാരണം നമ്മുടെ മുട്ടക്കറിയുടെ കൂടെ എന്തെങ്കിലും കറിയുടെ കൂടെ ഇങ്ങനെ പപ്പടം കഴിക്കുമ്പോൾ നല്ല നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എനിക്ക് ഫീൽ ചെയ്ത്. അപ്പം പൊതുവെ എല്ലാവർക്കും പുട്ട് കഴിക്കാൻ ഇച്ചിരി മടിയാണ്. പക്ഷെ ഇവിടെ നിന്ന് പുട്ടുപൊടി ഒത്തിരി ഇരിപ്പുണ്ടായിരുന്നു. ഇന്നലെ അപ്പമാണ് ഉണ്ടാക്കിയത്. അപ്പം ഇത് ബെസ്റ്റായിരിക്കും കേട്ടോ. നല്ല കോമ്പിനേഷൻ ആയിരിക്കും പുട്ടും മുട്ടക്കറി പപ്പടം. ഓക്കെ, അപ്പോൾ നമുക്കിതാ ഇങ്ങനെ കുക്കറിന് മുകളിൽ വെക്കുന്ന തരത്തിലുള്ള പുട്ടുകുറ്റിയാണ് കേട്ടോ. എൻ്റെ ഇവിടെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കേട്ടോ. ഞാൻ മുട്ട കറിയിൽ ഇട്ടില്ല. മുട്ട പുഴുങ്ങിയെടുത്തപ്പം നല്ല ചൂടാവുകൊണ്ട് പിന്നെ ആ വെള്ളത്തിലിട്ടേക്കുവാണ് കേട്ടോ. അല്ലാതെ പൊളിച്ച് കഴിക്കാമെന്ന്. അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് വിശ്വസിക്കുന്നു. ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് തുണി അലക്കിയത് വിരിക്കാനുണ്ടായിരുന്നേ. നമ്മൾ ടെറസിലാണ് തുണി വിരിക്കണേ. ഷീറ്റ് കൊണ്ട് ഇപ്പോൾ ചൂട് നല്ല പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. നല്ല പപ്പടം പോലെ ഉണങ്ങി കിട്ടും പെട്ടെന്ന്. അപ്പോൾ ഇത് നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിപ്പടർപ്പിനിടയിലാണ് ഞാൻ എൻ്റെ ഫോൺ വെച്ചേക്കണത് കേട്ടോ. നല്ലൊരു വ്യൂ ആണ് അവിടെ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതെൻ്റെ മുകൾ ഭാഗമാണേ. നമ്മുടെ ടാങ്കിൻ്റെ ആ ഭാഗത്തും ഇപ്പുറത്തൊരു പേരമരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, കിളി കൂട് കൂട്ടുന്ന അവിടെയും കൂടെയാണ് ഇത് വളർന്ന് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ മോർണിംഗ് റൊട്ടീൻ. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ് ചെയ്ത് കൂട്ടാക്കണം കേട്ടോ. അപ്പോൾ ബൈ.